അപ്പോൾ ഇന്നത്തെ യാത്ര ദുബായ് ഫ്രെയിമിലോട്ടാണ്. ദുബായ് ഫ്രെയിമിൽ വെച്ച് എന്തൊക്കെ കാണാൻ പറ്റും അതൊക്കെ ഈ വീഡിയോയിൽ പറയാം. നമ്മൾ ഏകദേശം ഫ്രെയിമിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അൽ കിഫാഫിലാണ്. ഞങ്ങൾ താമസിക്കുന്നത് അതിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ്. നമുക്കിനി ഉള്ളിലോട്ട് കടക്കാം. അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ജബീൽ പാർക്കും ഡൈനോസർ പാർക്കും. അതുകൊണ്ട് നമുക്ക് ദുബായ് ഫ്രെയിമിൻ്റെ ഒപ്പം തന്നെ അങ്ങോട്ടും പോകാം. നമ്മളെത്തി. നമുക്കിനി വണ്ടി പാർക്ക് ചെയ്ത് നിർത്തണം. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ എൻട്രി ചെയ്തിട്ടോ. ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം ഇത്രയും വലുതാണ്. പക്ഷേ എന്തായാലും ബുർജ് ഖലീഫിനെ വെട്ടിച്ചിട്ടില്ല. ഇതാണ് ക്ലോസർ ലുക്ക്. ആദ്യമായിട്ടാണ് ഞാൻ എടുത്തുനിന്ന് കാണുന്നത് കേട്ടോ. ഇവിടെ തന്നെ ഒരുപാട് പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട്. അങ്ങനെ ആദ്യമായിട്ട് ദുബായ് ഫ്രെയിമിൽ തൊട്ടു. അതുപോലെ ഇവിടെ വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കിടക്കുകയാണ്. നമ്മളിങ്ങനെ നടന്നു പോകുന്നു. നമ്മളിനി അതിൻ്റെ ഉള്ളിലോട്ട് കിടക്കുമ്പോൾ കാണാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറുകയാണ്. നമ്മളെ അവിടെ കയറിയപ്പോൾ തന്നെ ആളുകൾ വെൽക്കം ചെയ്തിട്ടാണ്. നമ്മളറിയാത്ത ആളുകളാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു മോളിൽ പോയിട്ട് അവിടെ എന്തുണ്ടെന്ന് കാണാൻ. അപ്പോഴാണ് ഞാൻ ഈ സംഭവം കണ്ടത്, ഈ ഒരു പുകച്ചൊരു സംഭവം. ഇനി നമ്മൾ മ്യൂസിയത്തിലോട്ട് കയറുകയാണ്. ഇവിടെ നമ്മുടെ പണ്ട് കാലത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പണ്ട് ദുബായിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, എന്തൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഇവിടെ കാണുന്നതൊക്കെ പഴയ സാധനങ്ങളാണ്. ഇത് പണ്ട് കാലത്ത് ദുബായിൽ ആളുകൾ ഉപയോഗിച്ചിരുന്നതാണ്. പാരമ്പര്യമായി അവർ ചെയ്ത വസ്ത്രങ്ങൾ, പല പാത്രങ്ങളും പല പഴയകാല യന്ത്രങ്ങളൊക്കെ ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തന്നെ കാണാം അവരുടെ വസ്ത്രങ്ങൾ. ഇത് സ്പൈസസ് പോലത്തെ സാധനങ്ങളാണ്. ഇവിടെ അതിൻ്റെ ഒരു പെയിൻറ്റിങ്ങും ഉണ്ട്. ഇതെന്തോ മാറ്റ് പോലത്തെ എന്തോ ആണ് ഇത്. ഇനി നമ്മൾ ദുബായിയുടെ ഇനി കറൻ്റ്ലി ഉള്ള ദുബായ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്നത് എപ്പോഴാണ് ജബിലിയലിയുടെ ഒരു ഫൗണ്ടേഷൻ എന്ന്. നമ്മൾ ലിഫ്റ്റിൽ കയറി ഏറ്റവും ഉയരത്തോട്ട് പോവുകയാണ്. ഇവിടുന്ന് ആ കാഴ്ച വളരെ നന്നായിരുന്നു. അങ്ങനെ നമ്മൾ മുകളിലോട്ടെത്തി. ഇനി കാണാനുള്ള സംഭവം ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇവിടെ വന്നപ്പോൾ എനിക്കത്ര പേടി തോന്നിയില്ല, പക്ഷേ അനിയത്തിക്ക് വളരെ പേടി തോന്നി. ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ കുറച്ച് നേരം നടന്നപ്പോൾ പിന്നെ എനിക്കത് ഓക്കെ ആയി. ഞാൻ ധൈര്യമായി മുന്നേറി. ഞങ്ങൾ നടന്ന് അവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത്. അപ്പോൾ അടിപൊളി. അങ്ങനെ ഇനി അടുത്ത സ്ഥലത്തോട്ട് ഞങ്ങൾ പോയി. ഇവിടെ ഒക്കെ 3D ആയി പ്രൊജക്റ്റ് ചെയ്യും. ഇത് ഞങ്ങൾ കണ്ടപ്പോൾ വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു. 3D മൂവി പോലെയാണ്. 3D ആയിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. ഇതും അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നേ. അങ്ങനെ ആ ഒരു സ്ഥലമൊക്കെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. എന്താണ് സാർ കാലൊക്കെ മക്കി ഉറപ്പിയാക്കുകയാണോ? ഏതാണ് ഈ വേട്ടാവണിയൻ? പോടോ. നല്ല വൃത്തിയാക്കുന്നുണ്ടല്ലോ. ഒരു ഫോട്ടോ എടുത്തോടെ പൂച്ച സാർ. ഈ വേട്ടാവണിയൻ പോയില്ലേ? താൻ പോടോ. ഫോട്ടോയും വേണ്ട, ഒരു തേങ്ങയും വേണ്ട. ഈ വേട്ടാവണിനെ കൊണ്ട് തോറ്റു. ശരി, ഒരൊറ്റ ഫോട്ടോ എടുത്തോ. ഇതാ കാലം എടുത്തോ.